ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇന്ന് ലീവ് ആയതുകൊണ്ട് ലേറ്റായിട്ട് എഴുന്നേറ്റുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ആ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. നേരെ കിച്ചണിലോട്ട് കേട്ടോ പോയത്. ഏകദേശം ഒരു 11:30 ആകുമ്പോഴാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡ് നേരത്തെ ആക്കണം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത് സമയമില്ല. നേരെ കിച്ചണിലോട്ട് വന്നു. നമുക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോൾ തന്നെ ക്ലീനിങ് ചെയ്യണം. ഞാൻ മോർണിംഗ് കുറച്ച് സീരീസൊക്കെ കണ്ടിട്ട് ബാലൻസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണണമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം നേരെ കുറേ പണിയുണ്ട് കേട്ടോ. കിച്ചണിലൊക്കെ പാത്രം കഴുകാനും ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനൊക്കെ ഉണ്ട്. ഞാൻ പക്ഷേ നേരെ ഫുഡ് ഉണ്ടാക്കാനാണ് പോയത്. ഫുഡ് ഉണ്ടാക്കുന്ന ഇടയിൽ തന്നെ 2-3 മിനിറ്റ് ഫ്രീ ടൈം കിട്ടിയപ്പോൾ നേരെ റൂമിലോട്ട് വന്നു. റൂമിലത്തെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഇത് ഫുഡ് കഴിക്കുന്ന ടേബിളാണ്. ഇവിടെയും ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ആവശ്യമില്ലാത്തതല്ല, ജസ്റ്റ് ടിഷ്യൂ, അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ അടുത്ത് എന്തൊക്കെയോ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ 1-2 ബാലൻസ് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു. പിന്നെ ഞാൻ അധികം ഫ്രൈഡേ ആയിട്ടോ ക്ലീൻ ചെയ്യാൻ നിൽക്കാറ്. സൺഡേ ലീവ് ഉണ്ട്, ഫ്രൈഡേ സൺഡേ ആണ് ലീവ്. ഫ്രൈഡേ ഞാൻ അധികം ക്ലീനിങ്ങിനാണ് ആ ദിവസം മുഴുവൻ ഞാൻ സ്പെൻഡ് ചെയ്യാറ്. പിന്നെ സൺഡേ ആണ് റൂമിലോട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ സൺഡേ ആണ് പോയിട്ട് വാങ്ങാറ്. പിന്നെ ഫ്രൈഡേ ഇതല്ലാണ്ട് തുണിയൊക്കെ മടക്കി വയ്ക്കാനുണ്ടാവും. അതുപോലെ കുറേ നമ്മളിപ്പം ചെറിയ ചെറിയ പണികളൊക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നതൊക്കെ ഞാൻ അധികം ഫ്രൈഡേ ആയിട്ട് ചെയ്യാറ്. പിന്നെ നേരെ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് നേരെ പുറത്ത് വെച്ചു. ഞാൻ ഫ്രൈഡേ ലീവ് ഉള്ളത് കൊണ്ട് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈ ഒരു 3 ദിവസത്തേക്കുള്ള, ചിലപ്പം 2-3 ദിവസത്തേക്കുള്ള ഫ്രൂട്ട്സ് നേരെ എടുത്തിട്ട് പുറത്ത് വയ്ക്കാറുണ്ട്. അത് ഞാൻ അധികം റൂമിൽ തന്നെയാണ് ഫ്രൈഡേ ഞാൻ സ്പെൻഡ് ചെയ്യാറ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കിങ്ങനെ എടുത്ത് വയ്ക്കും, തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നേരെ കിച്ചണിലോട്ട് പോയിട്ട് അവിടെയും കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിൽ ഓൾമോസ്റ്റ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റൂം ലാസ്റ്റ് ഇങ്ങനെ മോപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമത്തെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിനും കുറേ പണി ഉണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ കാണിക്കാനുണ്ട്, കാരണം സോഫയിലൊക്കെ ഒത്തിരി തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. ഫൈനലി നമ്മുടെ ഫുഡ് റെഡി ആയിട്ടോ. ഇനി ഫുഡും കൂടെ കഴിച്ചിട്ട് വേണം പാത്രങ്ങളൊക്കെ കഴുകാൻ. അപ്പോൾ ഫുഡ് എനിക്ക് 2 ദിവസം അല്ലെങ്കിൽ 2 നേരം കഴിക്കാനുള്ള ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. ചിലപ്പം ഞാനിപ്പോൾ ഉച്ചയ്ക്ക് ആക്കിയതുകൊണ്ട് നാളെ ഉച്ചയ്ക്കും ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കും. ഓഫീസിൽ പോകുമ്പോൾ എടുക്കും. ഇത് സലാഡും കൂടെ ആക്കിയിട്ടാട്ടോ കഴിച്ചത്. പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറും ഉണ്ടായിരുന്നു, അതും കൂട്ടി നമ്മുടെ ഇന്നത്തെ ഫുഡ് റെഡി കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനി കിച്ചണിൽ പോയിട്ട് ഞാൻ പാത്രം കൂടെ കഴുകി വെച്ചിട്ടാണ് പിന്നെ ഞാൻ സീരീസ് കാണാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ.